ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ 500 പിന്നിട്ടു എന്ന വാർത്ത വരുന്നു. 555 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിൻ റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട്. സൗദി അരാംകോ എണ്ണ റിഫൈനറി ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയ റിപ്പോർട്ട് സൗദി സ്ഥിരീകരിക്കുന്നു. 2 ഡ്രോണുകൾ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തെന്നാണ് പ്രതികരണം. അറബ് രാജ്യങ്ങളിൽ ഇന്നും ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇറാനിലെ സൈനിക നീക്കം തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഗൾഫ് മേഖലയിലെ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ജലീൽ കണ്ണമംഗലം സൗദിയിൽ ചെയ്യുന്നു. ജലീൽ, ഈ പറഞ്ഞതനുസരിച്ച് തന്നെയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തുക, അത്തരത്തിൽ ആക്രമണത്തിനാണ് ഇറാൻ തുനിയുന്നതെന്ന് ഇറാന്റെ നേതൃനിരയിൽ നിന്ന് വാർത്തകൾ വന്നതാണ്. പക്ഷേ അരാംകോ എന്ന് പറയുമ്പോൾ സൗദി നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ എണ്ണ റിഫൈനറി ശാലയാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അത് ഈ പറയുന്ന അമേരിക്കൻ സൈനിക താവളത്തിനടുത്തോ അത് അമേരിക്കൻ സൈനിക താവളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതോ അല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ സൗദിയുടെ ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. സുഹേൽ, ഇപ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായി കാര്യമായി ഇറാന്റെ ആക്രമണം നേരിടാത്ത ഒരു രാജ്യമായിരുന്നു സൗദി അറേബ്യ. ആദ്യഘട്ടത്തിൽ 2 ആക്രമണം നടന്നു എന്നതാൽ ഒഴിച്ചാൽ പിന്നീട് സൗദിക്ക് നേരെ ആക്രമണം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ സൗദി അറാംകോയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗദി അറാംകോയുടെ റാസ് തന്നൂറയിലുള്ള എണ്ണ റിഫൈനറിക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് സൗദി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 തവണയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് സൗദി പ്രതിരോധ സേന ഈ 2 ഡ്രോണുകളും തകർത്തു എന്നാണ് അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലാണ് റാസ് തന്നൂറ. ആക്രമണത്തിന് പിന്നാലെ മുൻകരുതൽ നടപടി എന്ന നിലയിൽ റിഫൈനറി താൽക്കാലികമായി അടച്ചു പൂട്ടിയിട്ടുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ നിലവിൽ പൂർണ്ണ നിയന്ത്രണ വിധേയമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. റാസ് തന്നൂറയിൽ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമാക്കി വന്ന 2 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നാണ് പറയുന്നത്. ഡ്രോണുകൾ തകർത്തതിനെ തുടർന്ന് അവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകൾക്ക് സമീപമാണ് പതിച്ചത്. അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു. ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല, ജീവഹാനി സംഭവിച്ചിട്ടില്ല, മറ്റുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിവിലിയന്മാരെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെയൊക്കെ വിജയകരമായി പ്രതിരോധിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. റാസ് തന്നൂറ എന്ന് പറയുന്ന സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലാണ്. ആ ഭാഗത്ത് തന്നെയാണ് അമേരിക്കയുടെ സൈനിക താവളവും ഉള്ളത്. ഏതായാലും കിഴക്കൻ പ്രവിശ്യ റിയാദ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇറാൻ സൗദിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. സ്വയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.